ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നാം കണ്ടു, നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നാം കണ്ടു പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളത്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളതിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ നാം കണ്ടു. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും സർവ്വവ്യാപിയായിരിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവാം ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധാത്മാവ് നിത്യനാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലരും പറയും പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, ഒരു ശക്തി മാത്രമാണ്, അല്ലാതെ വ്യക്തിയല്ല എന്ന് പറയുവാനായിട്ട് പറയും. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും തുല്യരാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് ശക്തിയുള്ളത് എന്നുള്ളത് മാത്രമല്ല, ഒരു വ്യക്തി കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശക്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നാം പറയും ഇലക്ട്രിസിറ്റി ഒരു ശക്തിയാണ്. ഇലക്ട്രിസിറ്റിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് ഉണ്ടാകുന്നു, ഫാൻ കറങ്ങുന്നു. മാത്രമല്ല ഇന്നൊക്കെ ഇലക്ട്രിസിറ്റി മുഖാന്തരം കാറുകൾ ഓടുന്നു, മനുഷ്യരെ കൊല്ലുന്നു, റോബോട്ട് പല മുഖാന്തരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ, അത്ഭുത കാര്യങ്ങൾ വരെ ഈ ഇലക്ട്രിസിറ്റിക്ക് സാധിക്കുവാനായിട്ട് സാധിക്കും. ആരെങ്കിലും ഇലക്ട്രിസിറ്റിയെ തൊട്ടുപോയാൽ അവർ മരണപ്പെടുന്നു. ഇങ്ങനെ ഡയറക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ മരിച്ചു വീടുകയാണ്. അപ്പോൾ എത്രയോ പേരെ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ട് കൊല്ലാനായിട്ട് സാധിക്കും. അതൊരു ശക്തി ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ എന്നാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഒരു വ്യക്തിയല്ല എന്നുള്ളത് നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ ശക്തി ഒത്തിരിയുണ്ട്. അത് മനുഷ്യൻ കണ്ടുപിടിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി. അതിൽ വളരെ ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് ഇന്ന് അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ തന്നെ ആ ഇലക്ട്രിസിറ്റിയുടെ എന്ന ശക്തി കൊണ്ട് കാർ ഓടുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? അങ്ങനെ പല അത്ഭുതങ്ങൾ വരെ ഈ ശക്തി കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇത് ശക്തി മാത്രമാണ് ഇലക്ട്രിസിറ്റി. അതുപോലെ കാറ്റ്, വെള്ളം, ഇതൊക്കെ തിരമാലകൾ, നമ്മൾ ഓർക്കും തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ മനുഷ്യരെ അങ്ങ് തിരിച്ച് കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി ആ തിരമാലയ്ക്കുണ്ട്. അതുപോലെ കാറ്റ്, ഭൂകമ്പം മുതലായവ വരുത്തി ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. വെള്ളം എത്രയോ ആൾക്കാരെയാണ് കൊല്ലുന്നത്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ശക്തിയാണ്. എന്നാൽ ഇതൊന്നും വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തിയെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ കാര്യസ്ഥനാകുന്നു എന്നുള്ളത് പറയും. മറ്റേ ഇലക്ട്രിസിറ്റിക്ക് ഒരു കാര്യസ്ഥനാകാനായിട്ട് സാധിക്കത്തില്ല, കാരണം അത് വ്യക്തിയല്ല. ഒരു കാര്യസ്ഥനായിട്ട് നമുക്കറിയാം, ചില ഷോപ്പുകളിലും മറ്റുള്ളിടത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ വ്യക്തിയെ കണ്ടാൽ തോന്നും കാര്യസ്ഥൻ, അദ്ദേഹം അവിടുത്തെ മാനേജറാണ്, അല്ലെങ്കിൽ അവിടുത്തെ മാനേജറിനെ കണ്ടാൽ അവിടുത്തെ ഉടമസ്ഥനാണ് എന്ന് തോന്നിയേക്കാം. ആ കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ട് ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയതുപോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവം ഇന്ന് സഭയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് സഭയിൽ കാര്യസ്ഥനായിട്ട് കാര്യങ്ങൾ നടത്തുവാണ്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം, 14 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ്
പിതാവായ ദൈവവും പുത്രനായ ദൈവവും പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് വന്നു മനുഷ്യ ജാതികൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അതിനു മുമ്പായിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കരസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും കൂടെ ഇരിക്കുന്ന ഒരു കാര്യസ്ഥനാണ്, കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാര്യസ്ഥൻ എന്നുള്ള വാക്കിൽ തന്നെ നമുക്കറിയാം അവനൊരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുതന്നെ 16-7 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പുത്രനായ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകും. അപ്പോൾ കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അയക്കും. ആ കാര്യസ്ഥൻ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നുള്ളത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഒരു ശക്തിക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല, എന്നാൽ ഒരു വ്യക്തിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. 16-13 വാക്യത്തിൽ നാം കാണുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നു. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഇവിടെ പറയുകയാണ്, നമ്മളെ വഴി നടത്തുക മാത്രമല്ല, രണ്ടാമതായിട്ട് ഒരാളെ വഴി നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് സംസാരിക്കുന്ന ഒരു ഇതാണ്. സംസാരിക്കുവാനായിട്ട് നാം ഏത് രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു വ്യക്തിക്കാണ് ഒരു വ്യക്തിയെ പഠിപ്പിച്ചു തരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സകല സത്യത്തിലും പഠിപ്പിച്ചു തരും. നമ്മളോട് സംസാരിക്കും. മാത്രമല്ല അവിടെ വഴി നടത്തുന്നു, സംസാരിക്കുന്നു, പഠിപ്പിക്കുന്നു, വഴി നടത്തുന്നു. ഇതാർക്കേ സാധിക്കത്തുള്ളൂ? ഒരു വ്യക്തിക്കേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ സംസാരിച്ചു തരികയും നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും, നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഒരു വ്യക്തിയാണ്, വെറും ഒരു ശക്തിയല്ല. ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞ് ചില പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റേതാണെന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ശക്തിയായിട്ടല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, പരിശുദ്ധാത്മാവും ദൈവം കാര്യസ്ഥനാണ്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവും ദൈവം സംസാരിക്കുന്നു, പഠിപ്പിക്കുന്നു, വഴി നടത്തുന്നു. ഈ 3 ക്രിയകൾ ചെയ്യുവാനായിട്ട് ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ യെശയ്യാ പ്രവാചകൻ, പരിശുദ്ധാത്മാവാം ദൈവം ദുഃഖിക്കുന്നു. അത് ഇലക്ട്രിസിറ്റിക്ക് ദുഃഖിക്കാനായിട്ട് സാധിക്കുമോ? വെള്ളത്തിന് ദുഃഖിക്കാനായിട്ട് സാധിക്കുമോ? വെള്ളം മുഖാന്തരം ഒത്തിരി പേര് മരിച്ചു. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിനും ദുഃഖമുണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി മുഖാന്തരം ഒത്തിരി പേര് മരിച്ചു. ദുഃഖമുണ്ടോ? ഇല്ല. അതിന് സംസാരിക്കുവാൻ കഴിയത്തില്ല, പഠിപ്പിക്കുവാൻ കഴിയത്തില്ല, വഴി നടത്തുവാൻ കഴിയത്തില്ല, മാത്രമല്ല ദുഃഖിക്കുവാനായിട്ടും കഴിയുകയില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ 63-10 വാക്യത്തിൽ നാം 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്ന് കാണിക്കാനായിട്ട് സാധിക്കും. ജനം പാപം ചെയ്യുമ്പോൾ നമ്മോട് കൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. എന്നേക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഈ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നാം പാപം ചെയ്യുമ്പോൾ ദുഃഖിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മത്സരിച്ചു, അപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4-മതായിട്ടുള്ള കാര്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് കോപിക്കുന്നു, അവൻ യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കോപിക്കുക മാത്രമായിട്ടല്ല ചെയ്ത്, അവൻ ശത്രുവായിട്ട് തീർന്നു, അവരോട് യുദ്ധം ചെയ്യും എന്നാണ്. യുദ്ധം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവർക്ക് ശത്രുവായി തീർന്നു. അങ്ങനെ നമ്മൾ കണ്ടു
കണ്ടു പരിശുദ്ധാത്മാവും ദൈവം കോപിച്ചു അവരോട് യുദ്ധം ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കോപിക്കുക മാത്രമല്ല നമ്മളെ അതിനുവേണ്ടി ശിക്ഷിക്കുകയും യുദ്ധം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന ദിവസം പ്രതിയുള്ള ജീവിതത്തിൽ നമ്മളോട് കൂടെയുള്ള പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, അവൻ ദുഃഖിക്കുന്നവനാണ്, അവൻ കോപിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ 10 മുതൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നു, അതുകൊണ്ട് അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറ്റുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കിയ തനിക്കൊരു ശാശ്വത ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടെ നടത്തുകയും ചെയ്തവൻ എവിടെ? ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ശക്തിമാനാണ്. എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് മുഖാന്തരമായിട്ട് അവരോട് യുദ്ധം ചെയ്യുന്നു, അവരെ നശിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാകുന്നു ഒരു വ്യക്തി എന്ന രീതിയിൽ. രണ്ടാമത് കണ്ടു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പഠിപ്പിക്കുന്നു, വഴി നടത്തുന്നു. മൂന്നാമത് നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവായ ദൈവം ദുഃഖിപ്പിക്കുന്നു. നാലാമത് കണ്ടു പരിശുദ്ധാത്മാവാൻ ദൈവം കോപിക്കുന്നു, അവൻ അവരോട് യുദ്ധം ചെയ്യുന്നു. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ പക്ഷപാതം ചെയ്യുന്നു എന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. റോമർ 8:26 വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത് 8:26-ാം വാക്യത്തിൽ 26 അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് വേണ്ടും പോലെ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ ഉള്ളിൽ നമ്മൾ വേണ്ടാത്തതൊക്കെ അങ്ങ് പ്രാർത്ഥിക്കും. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും മുമ്പിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കുവാൻ എങ്ങനെയെന്ന് അറിയത്തില്ല. എന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളിൽ നമുക്ക് വേണ്ടി എന്നെ ഓർത്ത് അവൻ ഒരു വ്യക്തിയായതുകൊണ്ട് അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട്, എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, എന്നെ കരുതുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവൻ ദൈവം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്താൽ ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത എന്തെന്ന് അറിഞ്ഞ് മനസ്സിലാക്കുവാനും അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളത് അവൻ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു വ്യക്തിയാകുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും അവൻ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. 1 തിമോഥെയോസ് 2:5 വാക്യത്തിൽ നാം കാണുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുതന്നെ നമുക്ക് 1 യോഹന്നാൻ 2:2 അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 2:2 നമുക്ക് കാണാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പിതാവിൻ്റെ അടുക്കൽ കാര്യസ്ഥനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും.
അത് നമുക്കും പിതാവിനും മധ്യത്തിൽ നിന്നുകൊണ്ട് കാര്യസ്ഥം ചെയ്യുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു വ്യക്തിയാണ്, ആ ദൈവമാണ്, അതേസമയം വ്യക്തിയാണ്. ആ കർത്താവ് പക്ഷപാതം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവനും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അവൻ തുണ നിൽക്കുന്നു മാത്രമല്ല, ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവപ്രകാരം പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളുടെ പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തി മാത്രമല്ല, അവനൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യത്തോടു കൂടെ ജീവിക്കാം. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് നമ്മുടെ ദൈവത്തിൻ്റെ 1 കൊരിന്ത്യരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് എത്രയോ ധൈര്യത്തിന് കാണുവാനും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, അങ്ങനെ നിങ്ങളും തന്നെ എന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ കാണുന്നു. അതുപോലെ തന്നെ 19-ാം വാക്യത്തിൽ നമ്മൾ 6:19 അത് തന്നെ കാണുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് നാം കണ്ടു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന രീതിയിൽ അവൻ കാര്യസ്ഥനാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പഠിപ്പിക്കുന്നു, വഴി നടത്തുന്നു. മൂന്നാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നാലാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് ദൈവം കോപിക്കുന്നു. അഞ്ചാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, അതേസമയം അവൻ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നാം പാപം ചെയ്യുമ്പോൾ, നാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.